മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം മാറ്റിവരക്കാൻ ശ്രമിച്ച രണ്ട് നേതാക്കളുണ്ടായിരുന്നു. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, രണ്ടാമത്തേത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷെ അവർ രണ്ടുപേരും വിചാരിച്ച പോലെയല്ല മിഡിൽ ഈസ്റ്റ് മാറുന്നുണ്ട്. പക്ഷെ ഇറാൻ ഉദ്ദേശിച്ച രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു, നെതന്യാഹു ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി. അമേരിക്കയും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഗമമായി കപ്പൽ നീക്കങ്ങൾ നടന്നിരുന്ന ഹോർമുസ് കടലെടുക്ക് അത് ഇപ്പോൾ ഇറാന്റേതായി മാറിയിരിക്കുകയാണ്. ഇതൊരു അന്താരാഷ്ട്ര കടൽ മേഖലയായിട്ടായിരുന്നു ലോകം കണ്ടുപോന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇറാന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണെന്ന് വാദിക്കുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ആ കാര്യം ഇറാൻ നടപ്പിലാക്കുക കൂടെ ചെയ്തിരിക്കുകയാണ്. ഒരു പ്രത്യേക അതോറിറ്റി തന്നെ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഇറാൻ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ തകർക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന അപ്പാച്ചി ഹെലികോപ്റ്ററാണ് ഇറാൻ തകർത്തത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ വ്യോമ മേഖലയിലാണ് എന്നാണ്. അതായത് ഹോർമുസ് കടലെടുക്കിന് മുകളിലാണ് ഈ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. പക്ഷേ ഹോർമുസ് കടലെടുക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള പോലെ അന്താരാഷ്ട്ര വ്യോമ മേഖല അല്ല, അത് ഇറാന്റെ വ്യോമ മേഖലയാണ്. ഹോർമുസ് കടലെടുക്ക് ഇറാന്റെയും അതുപോലെ ഒമാന്റെയും അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെ ഹെലികോപ്റ്റർ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ്. ഇതിന്റെ പേരിലാണ് ട്രംപ് ഇറാനെതിരെ ആക്രമിച്ചത്. പക്ഷേ ട്രംപ് ഇറാനിൽ 8 ലക്ഷ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഇറാൻ 18 ലക്ഷ്യങ്ങളെയാണ് അമേരിക്കയുടേത് തകർത്തിരിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാരിഫ് പത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ 8 ലക്ഷ്യങ്ങൾക്ക് പകരം ഇറാൻ 18 ലക്ഷ്യങ്ങളെയാണ് അമേരിക്കയുടേത് തകർത്തിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പത്രം പറയുന്നത്. എന്തായാലും യുദ്ധത്തിന് മുമ്പുള്ള മിഡിൽ ഈസ്റ്റ് അല്ല ഇപ്പോഴുള്ളത്, യുദ്ധത്തിന് മുമ്പുള്ള ഇറാൻ അല്ല ഇപ്പോഴുള്ളത്. ഇറാന്റെ വ്യാപ്തി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ടെഹ്റാൻ പറയുന്നത്, അമേരിക്കയുടെ പ്രതാപം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഉപാധികളിൽ ഒപ്പിട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ അമേരിക്കക്ക് ലോകത്തുണ്ടായിരുന്ന പ്രതാപം നഷ്ടപ്പെടും. അമേരിക്ക വഷളാകാൻ പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിസൈലുകളെ കൊണ്ട് താൻ വീണിരിക്കുന്ന ചളിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. താനിപ്പോൾ ചളിക്കുഴിയിലാണുള്ളത്. ഇറാന്റെ മിസൈലുകൾ ഇനിയും ചളിക്കുഴിയിൽ ട്രംപിനെ താഴോട്ട് താഴ്ത്തി കൊണ്ടുപോകുമെന്നാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹ്സിൻ റളായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഭീഷണിയുടെ തലങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതുവരെ ട്രംപ് ഇറാൻ ഒപ്പിട്ടുകൊള്ളണം, ഞങ്ങൾ പറയുന്ന ഉപാധിയിൽ ഒപ്പിട്ടുകൊള്ളണം, അല്ലെങ്കിൽ തകർത്ത് കളയും എന്ന് പറഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപ്, എന്നാൽ ഇപ്പോൾ ട്രംപിനോട് ഇറാനാണ് പറയുന്നത്, ഞങ്ങൾ പറയുന്ന രേഖയിൽ ഒപ്പിട്ട് കീഴടങ്ങിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണ് ട്രംപിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നല്ലത്, അമേരിക്കയുടെ പ്രതാപം വീണ്ടെടുക്കാൻ നല്ലത്. അതല്ല എങ്കിൽ അമേരിക്കയുടെ ലോകത്ത് ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാ പ്രതാപങ്ങളും തകർന്നടിയും, അമേരിക്ക വഷളാകും ലോകത്തിന് മുന്നിൽ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.